സന്തുഷ്ട ദമ്പതികളായിരിക്കുവാൻ പ്രകൃതി ചില സ്വാഭാവിക വഴികൾ ഒരുക്കിയിട്ടുണ്ട്. സമാധാനപരമായ കുടുംബജീവിതം നയിക്കുന്നതിന് നമ്മുടെ തലച്ചോറിൽ പരിണാമമൊരുക്കിയിട്ടുള്ള ചില രസക്കൂട്ടുകൾ, ആ രസക്കൂട്ടുകളിൽ നാം കലർപ്പ് കലർത്തുമ്പോഴാണ് കുടുംബജീവിതം കൈപ്പേറിയതാകുന്നത്. സമാധാനപരമായ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിന് പ്രകൃതി ഒരുക്കിയിട്ടുള്ള ആ സ്വാഭാവിക വഴികൾ തേടിയാണ് ഈ വീഡിയോയിലൂടെ നാം യാത്ര ചെയ്യുന്നത്. ആദ്യം ഒപ്പം ഉണ്ടാവുക. നമസ്കാരം, ഞാൻ ബിജുചന്ദ്രൻ. നിങ്ങൾ എനിക്ക് നൽകുന്ന സ്വീകാര്യതയ്ക്കും സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും പിന്തുണയ്ക്കും ഞാൻ എൻ്റെ സ്നേഹവും നന്ദിയും കടപ്പാടും വീണ്ടും അറിയിക്കുന്നു. ഇതുവരെ ഈ കൂട്ടായ്മയിൽ പങ്കാളികളാകാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ കൂട്ടായ്മയിൽ പങ്കാളികളാവുക. ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് കാണുന്ന പക്ഷം മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക, മടിക്കാതിരിക്കുക. മനുഷ്യൻ്റെ നിലനിൽപ്പിന്, അഭിവൃദ്ധിക്ക് കുടുംബ ബന്ധം അനിവാര്യമാണ്. നമുക്കറിയാം, ഒരു പശുക്കിടാവ് പെറ്റ് വീഴുന്ന മാത്രയിൽ ആ തള്ളപ്പശു അതിൻ്റെ ദേഹമാകുന്ന നാക്കുകൊണ്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും അത് പുറംകാലിൽ എണീറ്റ് നിന്ന് അതിൻ്റെ മുൻകാല് പയ്യെ പയ്യെ വേച്ച് ഉയർത്തുവാൻ ശ്രമിക്കും. തുടർന്ന് വേച്ചാണെങ്കിലും അത് പയ്യെ സാവകാശം നടന്നു തുടങ്ങും. കുറേ കഴിയുമ്പോൾ അത് തുള്ളിച്ചാടി ഓടി നടക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ ഒരു മനുഷ്യക്കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ അവൻ്റെ ആദ്യ കാൽവെപ്പിൻ്റെ അതൊന്ന് ദർശിക്കുവാൻ നമുക്കൊരു വർഷത്തോളം കാത്തിരിക്കേണ്ടി വരുന്നു. പരസഹായമില്ലാതെ അവൻ ഒന്ന് നടന്നു തുടങ്ങണമെങ്കിൽ 1.5 വർഷത്തിലേറെ നമുക്ക് കാത്തിരിക്കേണ്ടി വരുന്നു, ചിലപ്പോൾ അതിൽ കൂടുതൽ. എന്തുകൊണ്ട് മനുഷ്യക്കുഞ്ഞിന് മാത്രം ഇത് സാധ്യമാകുന്നില്ല? പരിണാമപരമായി അത്ര കണ്ട് വികാസം പ്രാപിച്ചിട്ടില്ലാത്ത ജീവിവർഗമാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ സുഗമമായ പ്രസവത്തിന് ആവശ്യമായിട്ടുള്ള ഇടുപ്പലിൻ്റെ വികാസം, വീതി സ്ത്രീകളുടെ ഇടുപ്പലിനില്ല. അതുകൊണ്ട് തന്നെ പ്രസവം സുഗമമാകണമെങ്കിൽ പൂർണ്ണ വളർച്ചയെത്തിയിട്ടുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വളർച്ചയുടെ ഘട്ടം പ്രസവത്തിന് ശേഷവും ഈ കുഞ്ഞിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ കുഞ്ഞ് നമ്മുടെ നിയമപ്രകാരം തന്നെ പ്രായപൂർത്തിയായതായി കണക്കാക്കണമെങ്കിൽ തന്നെ 18 വയസ്സ് ഉണ്ടാകണം. ചൈൽഡ് മാരേജ് റിസ്ട്രെയിൻറ്റ് ആക്ട് പ്രകാരം, ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരം തന്നെ ഒരാൾ വിവാഹപ്രായം എത്തണമെങ്കിൽ 21 വയസ്സ് കാത്തിരിക്കണം. അവൻ്റെ തലച്ചോറിന് വികാസം പ്രാപിക്കണമെങ്കിൽ 21 വയസ്സ് ആവശ്യം, അത്രത്തോളം വർഷം ആവശ്യമാണ്, അനിവാര്യമാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് 18 വയസ്സാണ് വിവാഹപ്രായം എന്ന് പറയുന്നത് പോലും. ഈ മൈനറായിരിക്കുന്ന ഈ കാലയളവിൽ തന്നെ അവൻ്റെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് നാം പ്രോത്സാഹനം, പിന്തുണ നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ തൊഴിൽപരമായ കാര്യത്തിനും മാതാപിതാക്കളുടെ സഹായം ആവശ്യമാണ്. ഇതൊക്കെ തന്നെ നമ്മുടെ ചുമതലയുടെ ഭാഗമായി നാം ഏറ്റെടുക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിവാഹം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, വിവാഹത്തിൻ്റെ അനിവാര്യത, നാം വിവാഹം എന്ന ആശയത്തിലേക്ക് പോലും എത്തിച്ചേർന്നിട്ടുള്ളത് കുട്ടിയുടെ പരിചരണത്തിന്, ഒന്നിച്ച് ആണും പെണ്ണും ഒന്നിച്ച് ഏറെക്കാലം ജീവിക്കേണ്ടത് അനിവാര്യമാണ്. ആകയാലാണ് വിവാഹത്തിൻ്റെ കാര്യം മാറ്റി നിർത്തിയാൽ കൂടി മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആഹാരം പോലെ തന്നെ അനിവാര്യമാണ് ആണും പെണ്ണും ഏറെക്കാലം ഒത്തുജീവിക്കേണ്ടത്. ആണും പെണ്ണും ഒത്തു ചേരുന്നത് ഒരു ഉത്സവകാലമാക്കേണ്ടതുണ്ട്. ആ ഒത്തുചേരലിലൂടെ ഇണചേരുന്നത്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അനിവാര്യമാണ്. ആ ലൈംഗിക ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞിന് ഏറെക്കാലം പരിചരണം നൽകേണ്ടത് അനിവാര്യമാകയാൽ കുടുംബ ബന്ധത്തിൻ്റെ ആവശ്യകത മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആഹാരം പോലെ തന്നെ പ്രാധാന്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യാന്ത്രികമായി നമ്മളിൽ സ്വാഭാവികമായി ചെയ്യുന്നതിന് നമ്മുടെ പ്രത്യേക ശ്രദ്ധ ആവശ്യമില്ലാതെ തന്നെ ഇത്തരത്തിലുള്ള കടമകളിൽ നാം വ്യാപരിച്ചു പോകുന്നതിന് നമ്മുടെ തലച്ചോറിൽ ചില രസക്കൂട്ടുകളുണ്ട്. ഈ രസക്കൂട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നവദമ്പതികളെ നാം ഒന്ന് നിരീക്ഷിച്ചാൽ തലച്ചോറിലെ ഈ രസക്കൂട്ടുകളുടെ പഠനം വളരെ കൗതുകകരമായി നമുക്ക് തോന്നും. ആദ്യ നാളുകളിൽ അവർ അടയും ചക്കരയും പോലെ, സയാമീസ് ഇരട്ടകളെ പോലെ അവർ ഒരുമി നടക്കും. എന്തെന്നില്ലാത്ത ഉത്സാഹം, പ്രസരിപ്പ്. പെണ്ണിൻ്റെ മട്ടേ മാറിപ്പോയി, അല്ലെങ്കിൽ ചെറുക്കൻ്റെ മട്ടേ മാറിപ്പോയി, അവർ മറ്റൊരു ലോകത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. ചുറ്റുവട്ടത്ത് എന്തെല്ലാം മാരകമായിട്ടുള്ള രോഗങ്ങൾ പടരുന്ന രോഗാണുക്കളുണ്ടായാലും ഈ ഒരു ചുറുചുറുക്കനിൽ അവരെ അത് പിടികൂടുകയില്ല.
അത്രയ്ക്ക് ഉന്മേഷമാണ്, മോട്ടിവേഷനാണ്, എല്ലാത്തിനും എന്തെന്നില്ലാത്ത പ്രചോദനമാണ്, ആനന്ദത്തുടിപ്പാണ്. അവർ ഒരു ഉത്സവകാലം അവർ എൻജോയ് ചെയ്യുകയാണ്. അവർക്ക് നാണം അടുത്തിരിക്കാനോ മടിയിൽ കിടക്കുന്നതിനോ ചേർന്ന് ഉരുമി നടക്കുന്നതിനോ ശൃംഗാര രസകേളികളിൽ മറ്റുള്ളവരുടെ കാണുക ഇടപെടുന്നതിനോ അവർക്കൊരു നാണക്കേട് ഉണ്ടാവുകയില്ല. ഈ ഉത്സവകാലം അവരിൽ ഉണ്ടാകുന്നത് തലച്ചോറിലെ ചില രസക്കൂട്ടുകളുടെ കളിയാണ്. ഡോപ്പമൈൻ, സെറട്ടോണിൻ, നോൺ എപ്പിനെഫ്രിൻ മുതലായ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ പ്രവർത്തന ഫലമായാണ് ഈ ഒരു ഉത്സവകാലം അവരിൽ യാന്ത്രികമായി തന്നെ ഉണ്ടാകുന്നത്. ഈ ഉത്സവകാലം അവരിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ അത് അസ്വാഭാവികമായി തന്നെ നാം കാണേണ്ടതുണ്ട്. അവിടെ എന്തെല്ലാമോ കല്ലുകടിയുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ എന്തെങ്കിലും വിധമായ ഡിസോർഡറുകൾ അവരിലുണ്ട് എന്ന് തിരിച്ചറിയണം. ഇവരുടെ ഈ മനപ്പൊരുത്തം അറിയണമെങ്കിൽ ആ സമയത്ത് ആണും പെണ്ണും നടക്കുന്നതിൻ്റെ അകലം നോക്കിയാൽ മനസ്സിലാകും. അവർ നടക്കുന്ന അകലവും അവരുടെ മനസ്സുകൾ തമ്മിലുള്ള അകലവും ഏകദേശം തുല്യമായിരിക്കും. കാരണം ഇങ്ങനെ അടയും ചക്കരയുമായി കഴിയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ യാന്ത്രികമായി ഉള്ളിൽ നടക്കുമ്പോൾ, മറിച്ച് അവർ അപ്രകാരം അല്ല ജീവിക്കുന്നതെങ്കിൽ അതിൽ അസ്വാഭാവികതയുണ്ട്. അവരുടെ ഉള്ളിൽ ചില കലർപ്പുകൾ കലർന്നിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം, എന്ന് അവർ സ്വയം മനസ്സിലാക്കേണ്ടതുമുണ്ട്. ഈ ഉത്സവകാലത്തിൻ്റെ ഒക്കെ ഈ രസക്കൂട്ടുകൾ ഒരു 6 മാസമൊക്കെ കഴിയുമ്പോഴേക്കും താഴേക്ക് പയ്യെ പയ്യെ കുറഞ്ഞു വരും. പെൺകുട്ടി ഗർഭിണിയായി പ്രസവത്തിലേക്ക് കടക്കുന്ന അവസ്ഥയിലേക്ക് പെൺകുട്ടിയിൽ ഓക്സിറ്റോസിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കും. അത് മുലയൂട്ടലിനും പ്രസവത്തിനും ഒക്കെ അഭികാമ്യമായതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ ആണിലും ഓക്സിറ്റോസിൻ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ആത്മബന്ധം വളർത്തുന്നതിന്, ഒരു കെമിക്കൽ ബോണ്ടിങ് ഇവരിൽ ഉണ്ടാകുന്നതിന് ഇട നൽകുന്നതാണ്. വൈകാരികമായ സ്നേഹത്തിൽ നിന്നും ആത്മസ്നേഹത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നത് ഈ ഓക്സിറ്റോസിനാണ്. ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിനോട് വാത്സല്യം തോന്നുന്നതും ഈ ഓക്സിറ്റോസിൻ്റെ അളവ് മൂലമാണ്. ആണിലും ഇതേപോലെ ഓക്സിറ്റോസിൻ ഉള്ളതുകൊണ്ടാണ് അമ്മയുടെയും കുഞ്ഞിൻ്റെയും പരിചരണത്തിന് വേണ്ടി ഏത് നാട്ടിൽ ജോലിക്ക് പോയാലും കുടുംബം എന്നുള്ളൊരു ചിന്ത കൊണ്ട് ഓടിപ്പാഞ്ഞ് തിരിച്ച് ആണിനെ എത്താൻ പ്രേരിപ്പിക്കുന്നത്, തലച്ചോറ് പ്രേരിപ്പിക്കുന്നത് ഈ ഒരു ഓക്സിറ്റോസിൻ്റെ അളവ് ആണിലും ഉണ്ടാകുന്നത് കൊണ്ടാണ്. ആണിന് തൻ്റെ കുടുംബത്തോട്, തൻ്റെ കുഞ്ഞിനോട്, തൻ്റെ ഭാര്യയോട് ഈ ഒരു ആത്മബന്ധം ഇല്ല എങ്കിൽ, സ്ത്രീക്ക് തൻ്റെ ഭർത്താവിനോട് ആത്മബന്ധം, ഒരു കെമിക്കൽ ബോണ്ടിങ് ഇല്ല എങ്കിൽ അത് അസ്വാഭാവികമാണ്, തലച്ചോറിന് വിപരീതമായാണ് സഞ്ചരിക്കുന്നതെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെയുള്ള അസ്വാഭാവികമായ വഴികളിൽ പോകുന്നതിന് നമ്മൾ തന്നെ നമ്മുടെ ഈ സ്വാഭാവികമായ ജീവിതത്തിലേക്ക് വലിച്ച് ഇടുന്ന ചില ചിന്താ വൈകല്യങ്ങൾ, ചില അനിഷ്ടങ്ങൾ, പൊരുത്തക്കേടുകൾ, ഇതൊക്കെ ഇതിൽ കലർപ്പ് കലർത്തുന്ന വിഷയങ്ങളാണ്. അതെന്തെന്ന് ഓരോരുത്തരിലും വ്യത്യസ്തമാകിയാൽ അതെന്തെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അത് ഒരു കൗൺസിലിങ്ങിലൂടെ പരിഹരിക്കേണ്ടതുണ്ട്. ഒരു പ്രധാന ഇൻഫർമേഷൻ, അഭിഭാഷകൻ എന്ന നിലയിലും ഫാമിലി കൗൺസിലിംഗ് നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഞാൻ കണ്ടിട്ടുള്ള കൗതുകകരമായ ഒരു നിരീക്ഷണം ഇതാണ്. ആദ്യ പ്രസവത്തോടനുബന്ധിച്ച് അസ്വസ്ഥതകൾ ഉള്ളിലുള്ള വ്യക്തികളെ സംബന്ധിച്ച് കോടതി കയറുന്നതിനുള്ള സാധ്യത കൂടുതലായി കാണുന്നു, വഴക്കിനുള്ള സാധ്യത കൂടുതലായി കാണുന്നു. ഇത് നിരീക്ഷണത്തിൽ വളരെ കൗതുകം ജനിപ്പിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ആദ്യ പ്രസവം വിളിക്കുന്നതോടനുബന്ധിച്ചുള്ള ചില പ്രശ്നങ്ങൾ മിക്ക കൗൺസിലിംഗ് നടത്തുമ്പോഴും, കേസുകൾ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോഴും, എതിർ ഒബ്ജക്ഷൻ എഴുതുമ്പോഴൊക്കെ മുന്നിട്ട് വരുന്നിട്ടുള്ള ഒരു പ്രത്യേകതയാണ്, ദർശിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകതയാണ്. എന്താണ് അതിന് കാരണം സ്ത്രീക്ക് ഓക്സിറ്റോസിൻ എന്ന ഈ ഹോർമോണിൻ്റെ അളവ് കൂടുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ സംരക്ഷണത്തിനോട് അത്ര കണ്ട് താല്പര്യം ഏറെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഉത്കണ്ഠ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. കുഞ്ഞിൻ്റെ സുരക്ഷിതത്വത്തെ ഏർപ്പെട്ട് തൻ്റെ ഭർത്തൃ വീട്ടുകാരെ ശത്രുവായി കാണുന്നുവെങ്കിൽ അവരൊക്കെ ഈ കുഞ്ഞിനെ സമീപിക്കുന്നത് പോലും ഈ സ്ത്രീയെ സംബന്ധിച്ച്, ഈ കുഞ്ഞിൻ്റെ അമ്മയെ സംബന്ധിച്ച് അസ്വസ്ഥതകൾ ഉണ്ടാക്കും. നാളെ ഈ കുഞ്ഞിൻ്റെ ഭാവി എന്തായിത്തീരും എന്നുള്ള രീതിയിലുള്ള ഉത്കണ്ഠകളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ അത് ഈ സമയത്ത് അത് രൂഢമൂലമാകുകയും ഇതിനൊരു തീരുമാനം കണ്ടിട്ട് മാത്രമേ ഇനി ജീവിതമുള്ളൂ എന്നുള്ള രീതിയിൽ പലവരും പിടിവാശി കാണിച്ചും കാണാറുണ്ട്. തീർച്ചയായും
ഭാര്യാഭർത്താക്കന്മാർ കാമുകന്മാരായി എന്നും ഇരിക്കാൻ ഇടവരട്ടെ. കുടുംബജീവിതത്തിൽ ഈ സ്വാഭാവികമായ വഴികളിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ ഏതെന്നും അവയെ നിവാരണം ചെയ്യേണ്ടുന്ന മനഃശാസ്ത്രപരമായ സമീപനങ്ങൾ എന്തെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ആ വിഷയം അവതരിപ്പിക്കാം. മറ്റൊരു വിഷയവുമായി കാണും വരെ ശുഭവാരം.